നമസ്കാരം. മാസ്റ്റർ ഡ്രൈവിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ആ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം രേഖകളാണ് ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി സമർപ്പിക്കേണ്ടതെന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. ലൈസൻസ് എടുക്കാൻ വേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ടോ അല്ലെങ്കിൽ എത്രാം ക്ലാസ് 1ാം ക്ലാസ് തൊട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് മതി. അതിൻ്റെ ഒറിജിനൽ വേണം, സ്കാൻ ചെയ്ത് കയറ്റണം. രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡിൻ്റെ ഒറിജിനൽ വേണം. പിന്നെ 4 ഫോട്ടോ, 4 ഫോട്ടോയാണ് വേണ്ടത്. അതിൽ 2 ഫോട്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഐ ടെസ്റ്റും ഉണ്ട്. ബാക്കി 2 ഫോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതെങ്കിൽ സ്കൂൾ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും പിന്നെ ഒരു ഫോട്ടോ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത്രയും രേഖകളാണ് വേണ്ടത്. മെയിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതും ഇല്ല എന്നുണ്ടെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് നമുക്ക് വക്കീലിൻ്റെ അവിടുന്ന് നോട്ടറി എഴുതി മേടിക്കാം. ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഒരു വക്കീലിനെ കണ്ടിട്ട് നോട്ടറി സീൽ ചെയ്തിട്ടുള്ള ഒരു നോട്ടറി പ്രൂഫ് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി രേഖകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇനി അതിൽ ഫോം 1A എന്ന് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫോമും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ ഫോം 1A എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം 1A എന്ന് പറയുന്നത് 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഫോം 1A ഉപയോഗിക്കുന്നത്. അല്ല, ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക, സ്പേസ് ഫോർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. തൊട്ട് താഴെയായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ തമ്പ് ഇംപ്രഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് അടുത്തുള്ള മെഡിക്കൽ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കുക. അല്ല, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഐ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അവർ ഇത് ഫില്ല് ചെയ്ത് തരും. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റാൻഡേർഡ് ഫോർ ഡ്രൈവിംഗ്. ഓഫ്താൽമോളജിസ്റ്റ് ഐ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് തരും. ഇവിടെ ചെയ്യേണ്ടത് ഒരു ഫോട്ടോ ഒട്ടിക്കുക, സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്നുള്ള അവിടെ സൈൻ മേടിക്കുക. ഈ കാര്യങ്ങൾ വേണം നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. പിന്നെ അടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ വേണ്ടി ലേണേഴ്സ് ബുക്ക് വേണം. ആ ലേണേഴ്സ് ബുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിലുണ്ടാവും ലേണേഴ്സ് ബുക്ക്. ലേണേഴ്സ് ടെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബുക്കുണ്ട്. ഇത് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 തൊട്ട് നമുക്കിതിൽ കുറേ ക്വസ്റ്റ്യൻസ് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 1 തൊട്ട് 335 ക്വസ്റ്റ്യൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ റോഡ് സിഗ്നൽസ്, റോഡ് ടെസ്റ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അടുത്തുള്ള ബുക്ക് സ്റ്റാളിലോ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണേഴ്സിന് പഠിക്കേണ്ട ഈ ബുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ലേണേഴ്സ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ ലേണേഴ്സ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവുമല്ലോ. ആ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ലേണേഴ്സ് ടെസ്റ്റ് ആപ്പ് മലയാളം എന്നോ അല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് ആപ്പ് മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു വിൻഡോസ് വരും. അതിൽ RTO എക്സാം, ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ആപ്പുകൾ ഇതിലുണ്ട്. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയും നമ്മൾക്ക് RTO എക്സാം എഴുതേണ്ട ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ രേഖകളൊക്കെ നമ്മൾ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഒരു ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ ബാക്കിയുള്ള രേഖകളൊക്കെ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ലേണേഴ്സ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ലേണേഴ്സ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തൊന്നും കിട്ടില്ല. 1 മാസം 2 മാസം കഴിഞ്ഞ ശേഷമുള്ള ഡേറ്റുകളെ ഇപ്പോൾ കിട്ടാറുള്ളൂ.
അപ്പോൾ സ്ലോട്ടുകളെല്ലാം വളരെ കുറച്ചതുകൊണ്ട് ഇപ്പോൾ ഈ രേഖകൾ എങ്ങനെയാണ് നമ്മൾ ലേണേഴ്സ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്തുള്ള വീഡിയോസിൽ വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക.